നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. സ്ത്രീ പീഡന കേസുകൾ വർദ്ധിച്ചു വരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു, സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ഇഷ്ടം പോലെ പൊങ്ങി വരുന്നു. നമ്മളുടെ ഈ സിനിമാ രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയൊരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി സിനിമാ രംഗത്തുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെ പിന്നെ എവിടെ പോയി എന്നൊന്നും ആർക്കും അറിയില്ല. പലരും ഇപ്പോൾ പരാതി കൊടുക്കാനോ മൊഴി കൊടുക്കാനോ ഒന്നും തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് സുപ്രീം കോടതി വരെ അത് പോവുകയും ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു മൊഴി കൊടുക്കുന്നവരുടെ കേസ് എടുക്കുക, അല്ലാത്ത ഇപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ആ കാലത്ത് അത് വ്യാപകമായിട്ട് ചാനലുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സംഗതിയാണ്. പൊതുവേ സ്ത്രീ പീഡന സംബന്ധമായ കേസുകൾ കൂടിക്കൂടി വരുന്നു. ഈ കേസുകളിലൊക്കെ സത്യമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഇതിൽപ്പെട്ട പുരുഷൻ ചീത്തയായി കഴിയും. പീഡിപ്പിച്ചു എന്ന് പരാതി, യുവതിയുടെ പരാതി എന്നൊക്കെ പറയും. യുവതിയുടെ പേര് പറയില്ല, അവരുടെ ഫോട്ടോയും കാണിക്കില്ല. പക്ഷേ ഇയാളുടെ പേര് പറയും, ഫോട്ടോയും കാണിക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുരുഷന് ഒരു നിയമസംരക്ഷണമില്ല. അത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, നിയമസംരക്ഷണം ഇല്ല. അപ്പോൾ എന്തായി, പുരുഷനെ മാനം കെടുത്താൻ വളരെ എളുപ്പമായി. മാനം കെടുത്തിയത് ആരാണെന്ന് പുരുഷനൊരു പക്ഷേ അറിയാമായിരിക്കും, പക്ഷേ ആ പേര് പുറത്തു വരില്ല. പീഡിപ്പിക്കപ്പെട്ടവൾ അതിജീവിതയുടെ പേരോ മേൽവിലാസമോ ഫോട്ടോയോ പുറത്തു വരില്ല. എന്നാൽ അവർ കൊടുത്ത കേസിലെ പ്രതി, അയാളുടെ ഫോട്ടോ 24 മണിക്കൂറും കാണിക്കും, പത്രത്തിലും വരും, ടി വിയിൽ വരും, അയാൾ എവിടുത്തുകാരനാണ്, എന്താണ് ജോലി, എല്ലാം വരും. ഇതൊരു കള്ളപ്പരാതിയാണെങ്കിൽ ഈ മനുഷ്യനുണ്ടാകുന്ന മാനനഷ്ടത്തിന് ആര് സമാധാനം പറയും? ഇത് വല്ലാതെ കൂടിക്കൂടി വരുന്നു. അങ്ങനെ കൂടി വന്നപ്പോഴാണ് കേരള ഹൈക്കോടതി അതിൽ പിടിച്ചു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ഫെബ്രുവരി 24 ജഡ്ജ്മെൻറ്റ്, അത് നൗഷാദ് എന്നൊരാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വന്ന കേസാണ്. നൗഷാദ് എന്ന ആൾ 57 വയസ്സുണ്ട്. ഇദ്ദേഹം ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണ്. സൂപ്പർ മാർക്കറ്റ്, പിന്നെ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്, ഇൻ്റർസ്റ്റേറ്റ് ടൂറിസ്റ്റ് ബസ്, ഇതൊക്കെയുള്ള ഒരു സ്ഥാപനം. അതിലെ മാനേജറാണ് നൗഷാദ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ നൗഷാദ് പിരിച്ചുവിട്ടു. അത് നേരെ ജോലിക്കും ഹാജരാവില്ല, ജോലി അറിയാൻ വയ്യ, പല രീതിയിൽ ഉഴപ്പാണ്. അങ്ങനെ വിടപ്പെട്ട പെൺകുട്ടി അവിടെ ബഹളം വെച്ചിട്ട് നൗഷാദിനോട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളൊക്കെ എൻ്റെ പവർ എന്താണെന്ന് അറിയും, ആരാണെന്നറിയാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീഷണിയും സംഗതിയൊക്കെ മുഴക്കി. നൗഷാദ് ഇത് റെക്കോർഡ് ചെയ്തു മൊബൈലിൽ, ഇവരുടെ സംസാരം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന ഇത് റെക്കോർഡ് ചെയ്തു. അപ്പം നൗഷാദിന് ഇത് കത്തി, ഇവർ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചീത്തയാവും. അപ്പം നൗഷാദ് ഓടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതൊരു പെൻഡ്രൈവിലാക്കി പോലീസിൽ പരാതി കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ ഒരാളെ പിരിച്ചുവിട്ടു, അയാളിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അയാൾ എന്തെങ്കിലും പരാതിയൊക്കെ ആയിട്ട് വന്നെന്ന് വരും, എൻ്റെ പരാതി ആദ്യം രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലീസിൽ കൊടുത്തു. പിന്നാലെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെൺകുട്ടിയും വന്നു. പെൺകുട്ടിയുടെ പരാതി നൗഷാദ് കൈക്ക് കയറി പിടിച്ചു, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കൈക്ക് കയറി പിടിച്ചു, ഇതാണ് പരാതി. പോലീസ് ഉടനെ കേസെടുത്തു. നൗഷാദിൻ്റെ പരാതി അതവിടെ കിടക്കുന്നു, അതിൽ FIR ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടി കൊടുത്ത ഇതിന് ഉടനെ FIR ഇടുന്നു, ഓടിച്ചിട്ട് നൗഷാദിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. നൗഷാദ് ഓടി ഹൈക്കോടതിയിൽ വരുന്നു, മുൻകൂർ ജാമ്യം തരണമെന്ന് പറയുന്നു. കാര്യം ആകെ ബഹളം. അപ്പോൾ ഹൈക്കോടതി ഇത് കുറേ കാലമായിരുന്നു തുടങ്ങിയിട്ട്, ഈ പെൺകുട്ടികളെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അവർ കള്ളപ്പരാതി കൊടുക്കും, നിങ്ങളുടെ മുഖം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ കള്ളപ്പരാതി കൊടുക്കും, നിങ്ങൾ ബസ്സിലോ ലിഫ്റ്റിലോ എവിടെയെങ്കിലും വെച്ച് ഓർക്കാതെ തൊട്ട് കഴിഞ്ഞാൽ അത് പരാതി കൊടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ നൗഷാദിൻ്റെ ഭാഗം വാദിക്കുകയല്ല. നൗഷാദ് ഒരുപക്ഷെ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കൈക്ക് കയറി പിടിച്ച് കാണും. ലൈംഗിക ഉദ്ദേശത്തോടെയാണോ അത്? അല്ല. അതിപ്പോൾ ആ കേസ് മുന്നോട്ട് പോയി സാക്ഷി വിസ്താരമൊക്കെ നടത്തിയാലേ അറിയുള്ളൂ എന്തിന് കൈക്ക് പിടിച്ചു, അതോ കൈക്ക് പിടിച്ചില്ലേ, ഇതൊന്നും അറിയില്ല. ഞാൻ ഈ ഇടാകുളത്തിനൊന്നും പോകാറില്ല കേട്ടോ. ഞാൻ ബസ്സിൽ കയറുകയാണെങ്കിലും പുറകിലത്തെ ഡോറിൽ കൂടെ കയറുകയുള്ളൂ. സ്ത്രീകളുടെ അടുത്ത അയൽവക്കത്ത് പോലും പോകില്ല. എന്തെങ്കിലും തട്ടിയും മുട്ടിയെന്ന് പറഞ്ഞ് വയസ്സുകാലത്ത് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങണ്ടേ? അങ്ങനത്തെ ഒരു സ്ഥിതിയായിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് പറ്റിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ല.
സംസാരിച്ച് വരുന്നതിനിടയ്ക്ക് ഒരു TV ചാനൽ റിപ്പോർട്ടറുടെ തോളത്ത് കൈവച്ചു പുള്ളി. അതൊക്കെ നമുക്ക് പിന്നെ പറയാം, അതോ പിന്നെ കാണാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണ്. സുരേഷ് ഗോപിയുടെ പേരിൽ കേസ്. ഇപ്പോൾ ആ കേസിനെ പറ്റിയൊന്നും കേൾക്കാനില്ല. തെരഞ്ഞെടുപ്പിനുള്ള കേസായിരുന്നു എന്നാണ് തോന്നുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ ആ കേസ് എന്തായെന്ന്? ഏതോ ഒരു ചാനലിലെ റിപ്പോർട്ടറുടെ തോളത്ത് കൈവച്ചു, അവർക്കിഷ്ടപ്പെടാത്ത രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി എന്നൊക്കെ. എന്ത് പണ്ടാരും അവസാനം എങ്ങുമില്ല, ഇപ്പോൾ കേൾക്കാനേ ഇല്ല. അദ്ദേഹം തൃശ്ശൂർ ജയിക്കുകയും ചെയ്തു, കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തു. എന്ത് വാങ്ങിക്കോട്ടെ. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ നൗഷാദിന് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ ഓർഡറിൻ്റെ തുടക്കത്തിൽ തന്നെ ഹൈക്കോടതി പറയുകയാണ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ക്രിമിനൽ കേസ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ് ഓഫ് ദ കംപ്ലൈനൻറ്റ് ആൻഡ് ദ അക്യൂസ്ഡ്. ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പരാതിക്കാരൻ്റെയും കുറ്റാരോപിതൻ്റെയും ഭാഗം അന്വേഷിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ പരാതിക്കാരൻ്റെ മാത്രം കാര്യം അന്വേഷിക്കുക എന്നുള്ളതല്ല. മറ്റേയാളുണ്ടല്ലോ, പരാതിക്ക് വിധേയനായ ആൾ, അയാൾക്കെന്ത് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതും ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടാണ്. അയാളെ അറിയിക്കാതെ സൂത്രത്തിന് നിങ്ങൾ ഈ പെൺകുട്ടി പറഞ്ഞത് മാത്രം കേട്ട് ആ കേസ് ചാർജ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ എന്നല്ല പറയുക. There cannot be any unilateral investigation of the case put up by the complainant alone. ഒരാൾ മാത്രം തന്ന പരാതി വെച്ചിട്ട് മറ്റേയാളിൻ്റെ പരാതി അവഗണിച്ചുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കുന്നത് ശരിയല്ല. Merely because the de facto complainant is a lady, there is no presumption that in all cases her versions are gospel truth. പൊതുവേ സ്ത്രീകൾ TV യിലുമൊക്കെ ആർഗ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ത്രീ പറഞ്ഞില്ലേ പിന്നെന്താ? അങ്ങനെയൊന്നുമല്ല. സ്ത്രീ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ഗോസ്പൽ ട്രൂത്ത് ആവുന്നില്ല, അത് സുവിശേഷമോ അന്ത്യവചനമോ ആകുന്നില്ല. അങ്ങനെ ഒരു പ്രിസംഷൻ നിയമത്തിലില്ല. സ്ത്രീയാണോ പറഞ്ഞത് എന്നാൽ പിന്നെ ശരി, പുരുഷൻ പറഞ്ഞതാണെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം. സ്ത്രീ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൽ. ഇങ്ങനെ ഒരു നിയമതത്വം ഇല്ല എന്ന് തുടക്കത്തിൽ തന്നെ കുഞ്ഞിക്കണ്ണൻ വ്യക്തമാക്കുന്നു. കംപ്ലൈനൻ്റ് ലേഡി ആയതുകൊണ്ട് ദർ ഈസ് നോ പ്രിസംഷൻ ദാറ്റ് ഇൻ ഓൾ കേസസ് ഹെർ വെർഷൻസ് ആർ ഗോസ്പൽ ട്രൂത്ത് ആൻഡ് ദ പോലീസ് ക്യാൻ പ്രൊസീഡ് ബേസ്ഡ് ഓൺ ഹെർ സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദ കേസ് ഓഫ് ദ അക്യൂസ്ഡ്. പോലീസ് ഇവരുടെ മാത്രം വാക്ക് കേട്ട് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടാനും പാടില്ല, മറ്റേ ആളിൻ്റെ പരാതി കൂടെ കേൾക്കണമായിരുന്നു. എന്നിട്ട് കോടതി സ്വീപ്പിംഗ് ആയിട്ട് പറയുകയാണ്, നൗഡേയ്സ് ദർ ഈസ് എ ടെൻഡൻസി ടു ഇംപ്ലിക്കേറ്റ് ഇന്നസെൻറ്റ് പീപ്പിൾ ഇൻ ക്രിമിനൽ കേസസ് വിത്ത് സീരിയസ് അലിഗേഷൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട്. നിഷ്കളങ്കരായ മനുഷ്യരെ വളരെ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യത്തിൽ പെടുത്തുന്ന കേസുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. ദർ ഈസ് എ ടെൻഡൻസി ടു ഇംപ്ലിക്കേറ്റ് ഇന്നസെൻറ്റ് പീപ്പിൾ. നിഷ്കളങ്കരായ പുരുഷന്മാരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് കെണിയിൽപ്പെടുത്തുന്ന ഒരു ടെൻഡൻസി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. ഞാൻ പറയുന്നതല്ല, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണ്. ഇഫ് ദ പോലീസ് ഫൈൻഡ് ദാറ്റ് ദ അലിഗേഷൻസ് ഓഫ് സച്ച് വിമൻ എഗൻസ്റ്റ് മെൻ ആർ ഫോൾസ്, ദേ ക്യാൻ വെരി വെൽ ടേക്ക് ആക്ഷൻ എഗൻസ്റ്റ് ദ കംപ്ലൈനൻസ് ഓൾസോ. കള്ളപ്പരാതി കൊടുത്തതിന് സ്ത്രീകളുടെ പേരിലും പോലീസിന് നടപടി എടുക്കാം. അങ്ങനെ എടുക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ദ ലോ പെർമിറ്റ്സ് ഫോർ ദ സെയിം. അതിന് നിയമമുണ്ട്. കള്ളപ്പരാതി, ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത സ്ത്രീയുടെ പേരിൽ കേസെടുക്കാൻ നിയമമുണ്ട്. ബട്ട് സം ഓഫ് ദ പോലീസ് ഓഫീസേഴ്സ് ആർ നോട്ട് റെഡി ടു ടേക്ക് സച്ച് ആക്ഷൻ, അപ്രഹെൻഡിങ് ദാറ്റ് ഇറ്റ് വിൽ ബാക്ക് ഫയർ ഓൺ ദം. ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. കള്ളപ്പരാതിക്കെതിരെ കേസെടുക്കണ്ടേ, അങ്ങനെ എടുക്കാൻ തയ്യാറാവുന്നില്ല. കാര്യം എന്താ? അപ്രഹെൻഡിങ് ദാറ്റ് ഇറ്റ് വിൽ ബാക്ക് ഫയർ ഓൺ ദം. അവരുടെ പേര് ചീത്തയാവും, അവരെ ചാനലിലിട്ട് അലക്കി വിളിപ്പിക്കും, അവരുടെ പേരും ഫോട്ടോയും പത്രത്തിൽ വരും. സ്ത്രീക്കെതിരെ പോലീസുകാർ സ്വമേധയാ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്ത് പുലിവ. അവസാനം ഈ പാവം പോലീസുകാരന് പെൻഷൻ കിട്ടാത്ത അവസ്ഥയാകും. അതുകൊണ്ട് ആ സാധു ഒന്നിനും പോവില്ല, കേസിൽ ശരി എന്തെങ്കിലും വാങ്ങിക്കോട്ടെ. കോടതി പറയുന്നത് നോ സച്ച് അപ്രഹെൻഷൻ ഈസ് നെസസറി. അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ദ കോർട്ട് വിൽ ടേക്ക് കെയർ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് സച്ച് ഓഫീസേഴ്സ് ഇഫ് ദെയർ ഫൈൻഡിങ്സ് ആർ കറക്റ്റ്.
ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ഓഫീസേഴ്സ് സ്ത്രീകൾക്കെതിരെ കേസെടുത്താൽ ഹൈക്കോടതി ഓഫീസേഴ്സിൻ്റെ കൂടെ നിൽക്കും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ദ ഡാമേജസ് കോസ് ടു എ സിറ്റിസൺ ബിക്കോസ് ഓഫ് ഫോൾസ് ഇംപ്ലിക്കേഷൻ കനോട്ട് ബി കോമ്പൻസേറ്റഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് മണി അലോൺ. മാനം നഷ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ അയാളുടെ മാനം തിരിച്ച് കിട്ടില്ല. കോമ്പൻസേഷനായിട്ട് ശരി ഒരു 5 ലക്ഷം രൂപ കൊടുത്തു എന്ന് വയ്ക്കുക, മാനനഷ്ടത്തിന് 5 ലക്ഷം രൂപ കിട്ടി, പക്ഷെ പോയ മാനം തിരിച്ച് കിട്ടില്ല. നിങ്ങൾ വഴിയെ നടന്നു പോകുമ്പോൾ ഇല്ലേ ആ പുള്ളിയില്ലേ പിന്നെ കേസിൽ ഒക്കെ പെട്ട ആൾ അതല്ലേ ആ പോകുന്നു, അതെ അതെ അതെ, പക്ഷേ പുള്ളിയുടെ പേര് ഇപ്പോൾ പുള്ളി പിന്നെ ആ കേസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞു. നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞു, ആർക്കറിയാമെന്ന് ഇതൊക്കെ. അല്ല, അങ്ങേര് മാനനഷ്ട കേസ് കൊടുത്തു, 5 ലക്ഷം രൂപ മാനനഷ്ടവും അങ്ങേര് മേടിച്ചു. അങ്ങേർക്ക് ഇപ്പോൾ കേസ് നടത്താൻ വക്കീൽ അങ്ങനെ സാമർഥ്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്ന് പറഞ്ഞ് മരണം വരെ ഈ ചീത്തപ്പേര് ഈ മനുഷ്യനെ പിന്തുടരും. സംശയമുണ്ടോ? മരണം വരെ പിന്തുടരും. അപ്പോൾ പൈസ കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല മാനനഷ്ടം. പക്ഷേ തൻ്റെ മാനം പ്രൂവ് ചെയ്യാനായിട്ട് പലരും മാനനഷ്ട കേസ് കൊടുക്കുന്നു. കോടതി അവിടെ നിർത്തുന്നില്ല. ഹിസ് ഇൻറ്റഗ്രിറ്റി, പൊസിഷൻ ഇൻ ദ സൊസൈറ്റി, റെപ്യൂട്ടേഷൻ എറ്റ്സെട്ര ക്യാൻ ബി റൂയിൻഡ് ബൈ എ സിംഗിൾ ഫോൾസ് കംപ്ലൈൻറ്റ്. ആ മനുഷ്യൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനം, അദ്ദേഹത്തിനുള്ള മാനം, ഇതെല്ലാം ഒരു കള്ളപ്പരാതിയിൽ തകർത്ത് കളയാൻ സാധിക്കും. ഒരു കള്ളപ്പരാതിയിൽ. ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ചാനലിൽ വന്നല്ലോ. അന്ന് ഞാൻ ശ്രദ്ധിച്ചതാണ്. സത്യസന്ധമായിട്ട് 10, 50, 60 വർഷം സിനിമാ രംഗത്ത് പ്രവർത്തിച്ച പ്രായമുള്ള മനുഷ്യരെ വരെ ഇവർ വേണ്ടാതീനം പറഞ്ഞ് അതിന് പിന്നെ കേസൊന്നും ആയില്ല. കാരണം ഒരുപാട് പേര് ബഹളം വെച്ച് തെമ്മാടിത്തരം പറയുന്നു കൊള്ളാവുന്ന ആൾക്കാരെ പറ്റിയെന്ന് പറഞ്ഞു. ബട്ട് അങ്ങനെ പറയുന്ന ഒരു ഘട്ടമായിരുന്നു അത്. ചുമ്മാ ഏതൊക്കെയോ പെൺകുട്ടികൾ വന്നിട്ട് മാന്യന്മാരുടെ പേരെല്ലാം വിളിച്ചു പറയുക. 10, 50, 60 വയസ്സായിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്നവർ ഇപ്പോൾ വലിയ ആക്റ്റീവ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ ആക്റ്റീവായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പേര് നശിപ്പിക്കുക. അപ്പോൾ കോടതി പറയുന്നു ദ പോലീസ് അതോറിറ്റീസ് ഷുഡ് ബി അലേർട്ട് ആൻഡ് വിജിലൻറ്റ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ടു ഫൈൻഡ് ദ ട്രൂത്ത് ഇൻ ക്രിമിനൽ കേസസ് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് ഇറ്റ് സെൽഫ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ തന്നെ ഇത് ശ്രദ്ധിക്കണം. ഇത് കള്ളപ്പരാതിയാണോ, ഈ മാന്യനെ നാറ്റിക്കാനുള്ള പരാതിയാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കള്ളപ്പരാതിയാണെന്ന് ബോധ്യം വന്നാൽ അത് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, തിരിച്ച് ഈ കള്ളപ്പരാതി ഉന്നയിച്ച ആളിൻ്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം. ഹൈക്കോടതി കൂടെയുണ്ട് എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഒരു 4, 5, 10 കൗണ്ടർ കേസ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ കള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2014 മദ്രാസിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരാളിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു. എന്ത് ചെയ്യും? 11 വർഷത്തിന് ശേഷമാണ് കേസ്. അപ്പോൾ ഇതിൽ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 വർഷം ഈ പെൺകുട്ടി ട്രോമയിലായിരുന്നു. ട്രോമ എന്നൊരു വാക്കുണ്ട്, അതായത് ഷോക്ക്, പീഡിപ്പിച്ചതിൻ്റെ, ബലാത്സംഗം ചെയ്തതിൻ്റെ ഷോക്ക്. ആ ഷോക്ക് ചിലർക്ക് 6 മാസം കൊണ്ട് മാറും, ചിലർക്ക് 1 വർഷം കൊണ്ട് മാറും, ചിലർക്ക് 10, 15 വർഷം എടുത്തെന്ന് വരാം. അതുകൊണ്ട് പരാതി കൊടുക്കാൻ താമസിച്ചു. അപ്പോൾ ശരി, പോലീസ് കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് പോയി കഴിയുമ്പോഴാണ് ഈ വയസ്സായ മനുഷ്യൻ കിടക്കുന്ന ഈ ഏത് പെൺകുട്ടിയെന്ന് പോലും അങ്ങേർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് നടന്ന സംഭവം, ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത സംഭവം ഞാൻ പറയും. ബോംബെയിൽ ഒരു സ്ത്രീ മജിസ്ട്രേറ്റിന് മുമ്പിൽ കയറി വരുന്നു. അവർ പറഞ്ഞു, ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിൽ എന്നെ ബലാത്സംഗം ചെയ്ത പരാതി കൊടുത്തു, ഇതുവരെ FIR ഇട്ടിട്ടില്ല, ആഴ്ച 2ആയി. ഞാൻ പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി, FIR ഇടുന്നില്ല, കേസ് മുന്നോട്ട് പോകുന്നില്ല. മജിസ്ട്രേറ്റ് പൊട്ടിത്തെറിച്ചു. ബലാത്സംഗ കേസ് ചാർജ് ചെയ്യാതെ FIR പോലും ഇടാതെ വെച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഉച്ച കഴിഞ്ഞ് വാങ്ങട്ടെ എന്ന് പറഞ്ഞു. ഗവൺമെൻറ് വക്കീലിനോട് പറഞ്ഞു, ബോംബെ സിറ്റി പോലീസ് കമ്മീഷണറോട് ഹാജരാവാൻ പറ, എന്താ സംഗതി എന്ന് എനിക്കറിയണം. ഈ വിവരം പറഞ്ഞിട്ട് എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന് വിവരം പറയണം എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് വഷളായി. 2 മണിക്ക് ഇവിടെ ഹാജരാകും. 2 മണിയായി. ഈ സ്ത്രീ വന്ന് നിൽക്കുന്നു കൂട്ടിൽ. സിറ്റി പോലീസ് കമ്മീഷണർ ഹാജരായില്ല സാർ, വന്നുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? 2 മണി എന്ന് പറഞ്ഞാൽ 2 മണിയായിരിക്കുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, ഒരു 2:20 ആയപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വന്നു. അദ്ദേഹം ഈ ക്രച്ചസ് ഉണ്ടല്ലോ,
കൈ ഇങ്ങനെ ഒന്ന് കുത്തിപ്പിടിക്കാനായിട്ട്. കക്ഷത്തിലേക്ക് കയറിയിരിക്കുന്നില്ല, കൈ ഇങ്ങനെ താങ്ങി. അങ്ങനെ താങ്ങി താങ്ങി വരുന്ന ഒരു വൃദ്ധനും കൂടെയുണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ കൂടെ. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറോട് ചോദിച്ചു, ഇവർ പരാതി തന്നിട്ട് നിങ്ങൾ കേസെടുക്കാത്തതാണ്, FIR എടുക്കാത്തതാണ്. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു, ഇവരുടെ പരാതി ആരെപ്പറ്റിയാണോ ആ ആളിനെയാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. 7 വർഷം മുമ്പ് പാരാലിറ്റിക് സ്ട്രോക്ക് വന്ന മനുഷ്യനാണ്. 74 വയസ്സുണ്ട് ഇപ്പോൾ. പാരാലിറ്റിക് സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഈ മുടന്നി നടക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് കഷ്ടിച്ച് 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ നിൽക്കുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു പറഞ്ഞ് പരാതി തന്നാൽ ഞാൻ എന്ത് ചെയ്യണം സാർ? ഞാൻ അപ്പം തന്നെ അന്വേഷിച്ചു, പോലീസ് അന്വേഷിച്ചു ആരെപ്പറ്റിയാണ്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് തന്നെത്താൻ മുണ്ടെടുക്കാൻ പോലും വയ്യ. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ ബുദ്ധിമുട്ടി. കാരണം കോടതിയിൽ ഹാജരാകുന്നൊരു ഷേപ്പിൽ കൊണ്ടുവരണ്ടേ, ഒരു പാൻറ് ഇടണ്ടേ, ഒരു ഷർട്ട് ഇടണ്ടേ. കാരണം ഇങ്ങർക്ക് ഇതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത വയസ്സ്. ഇയാളുടെ പേരിലാണ് ഇവർ കേസ് തന്നിരിക്കുന്നത്. കോടതി സ്ത്രീയെ നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഒരു 5.5 അടി പൊക്കവും നല്ല ജിംനാസ്റ്റിക് തടിയുമൊക്കെയുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ ബലാത്സംഗം പോയിട്ട് ആ സ്ത്രീയുടെ കാറ്റ് തട്ടിയാൽ ഈ മനുഷ്യൻ താഴെ വീഴും. അത്രയ്ക്ക് ദുർബലനായ മനുഷ്യൻ. ഇവരാണെങ്കിൽ നല്ല ടെന്നീസ് കളിക്കാരിയെ പോലെ, നമ്മുടെ മാർട്ടിന നവരത്തിലെ പോലെ മസിൽസൊക്കെയുള്ള സ്ത്രീ. ഇതൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത് വന്നു. ഒടുവിൽ മജിസ്ട്രേറ്റ് പറഞ്ഞു, ശരി ഇയാളെ തിരിച്ചു കൊണ്ടുപോയി വീട്ടിലാക്കുമെന്ന് പറഞ്ഞു. സ്ത്രീയോട് കുറച്ച് ദേഷ്യപ്പെട്ടു, നിങ്ങൾ കള്ളപ്പരാതിയൊക്കെ ആയിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു വിട്ടു. വക്കീലന്മാരോട്, സർക്കാർ വക്കീലുണ്ടല്ലോ, അവരോട് ചോദിച്ചു, എന്താ ഈ സംഭവം? അവർ പറഞ്ഞു, സാർ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പല മജിസ്ട്രേറ്റിൻ്റെ അടുത്തൊക്കെ പോകും, കാശ് വാങ്ങുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. മാനം പോകുമല്ലോ, മാനം പോകുമെന്ന് ഭയന്നിട്ട് പാവങ്ങൾ കാശ് കൊടുക്കും. 5 ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം വില പേശി അവസാനം 1 ലക്ഷം 1 ലക്ഷം കൊടുക്കടോ. കൊടുത്തു, പരാതി പിൻവലിച്ചു, അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി അടുത്ത പണക്കാരൻ്റെ കൊടുത്തു. ഇയാളുടെ കേസിൽ സംഭവിച്ച് ഇയാൾ വയ്യാതെ കിടക്കണം, അയാളുടെ 10 പൈസയില്ല, അതുകൂടാതെ തളർവാദമായി. എന്ത് ചെയ്യും അയാൾ പറഞ്ഞു, നിങ്ങൾ പരാതി കൊടുക്കുക, എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാനൊന്നിനുമില്ല, എൻ്റെ കയ്യിൽ കാശുമില്ല. അപ്പോൾ എന്നാൽ പോലും ആരെങ്കിലും ബന്ധുക്കളൊക്കെ കാശ് തരും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ സ്ത്രീ വന്നത്. ശരി, എന്ത് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് അതിന് വിട്ടു. ഇപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുന്നത്, അങ്ങനെ വിടരുത്, അവരുടെ പേരിൽ നടപടിയെടുക്കണം. അങ്ങനെ നടപടിയെടുക്കുന്ന പോലീസുകാരുടെ കൂടെ ഹൈക്കോടതി നിൽക്കും. നവഡേയ്സ് ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ് ടു കൺസിഡർ ദ കേസ് ഓഫ് സച്ച് ഇന്നസെൻറ്റ് പേഴ്സൺസ് ബൈ എ കോർട്ട് ഓഫ് ലോ ഇഫ് എ ചാർജ് ഷീറ്റ് ഈസ് ഫയൽഡ്. നിങ്ങളൊരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് തീരാനായിട്ട് വർഷങ്ങളെടുക്കും. അതുവരെ ഈ മനുഷ്യൻ കുറ്റാരോപിതനായിട്ട് നിൽക്കും. അത് ന്യായമാണോ എന്നാലോചിക്കണം. അതുകൊണ്ട് ചാർജ് ഷീറ്റൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇൻ സച്ച് സിറ്റുവേഷൻസ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റീസ് ഷുഡ് തിങ്ക് ട്വൈസ് ബിഫോർ രജിസ്റ്ററിംഗ് ആൻഡ് ഫയലിംഗ് ചാർജ് ഷീറ്റ്സ് ഇൻ സച്ച് കേസസ്. ദ കോർട്ട് ഈസ് ബർഡൻഡ് വിത്ത് സെവറൽ കേസസ് in which serious questions of law and facts are involved. Hence, it is the duty of the police to separate the chaff from the grain before submitting the final reports in criminal cases. കോടതികളിൽ ഗുരുതരമായ ഒരുപാട് കേസുകൾ പെൻഡിങ് കിടക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കള്ളക്കേസുകൾ കൊണ്ടുവന്ന് ചാർജ് ഷീറ്റുമാക്കിയിട്ട് കോടതിയുടെ തലയിൽ തള്ളരുത്. കോടതികൾ ഭാരം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ഒരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ വിചിത്രമായ ഒരു ഉദാഹരണമാണ്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, പാർട്ടി ഏതുമായിക്കോട്ടെ, പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ പോസ്റ്ററുകൾ നീക്കം ചെയ്യണം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉത്തരവിട്ടു. അപ്പോൾ ഓരോ പോസ്റ്ററും കീറി ചരണ്ടി റെഡിയാക്കി ഇലക്ട്രിക് പോസ്റ്റ് വൃത്തിയാക്കുക. ഇതാണ് ഈ പണി ചെയ്യാനായിട്ട് 63 രൂപയാകും. അപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിച്ച ആളിന് നോട്ടീസ് പോയി. ഒന്നുകിൽ താൻ പോസ്റ്റർ കീറി പോസ്റ്റ് വൃത്തിയാക്കണം, അല്ലെങ്കിൽ 63 രൂപ KSEBയിൽ പലിശ സഹിതം കൊണ്ടുവന്ന് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കേസ്. 63 രൂപയുടെ കേസ്, അതിന് സാക്ഷിമൊഴി, അതിന് ചാർജ് ഷീറ്റ്, അതിൻ്റെ ഹിയറിങ്, ഇതൊക്കെ സെഷൻസ് കോടതിയിലാണ് നടക്കേണ്ടത്. ഇപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുന്നു, ഇതെന്തൊരു ഭ്രാന്താണ്. 63 രൂപയ്ക്ക് വേണ്ടിയിട്ട് കോടതിയുടെ കുറഞ്ഞത് 6 ലക്ഷം രൂപയുടെ സമയം മെനക്കെടുത്തുകയാണ്. അദ്ദേഹം അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഏതായാലും
പ്രശ്നം ഇതേ ഉള്ളൂ. 63 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻസ് കോടതി കുറഞ്ഞത് 63 പേരെ വിളിപ്പിക്കുകയും ഒരു 6-7 ദിവസം അതിൻ്റെ പിന്നാലെ ഇരിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ നിയമത്തിലുള്ളത്. അങ്ങനെ കിടക്കുന്നിടത്താണ് ഈ കള്ളക്കേസുകളും കൂടെ വന്ന് ചാടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദർ ഈസ് എ ഡയലോഗ് ഇൻ എ മലയാളം മൂവി നെയിംഡ് ആക്ഷൻ ഹീറോ ബിജു. അങ്ങനെ ഒരു സിനിമയുണ്ട് പോലും, ആക്ഷൻ ഹീറോ ബിജു. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ പറയുന്നൊരു ഡയലോഗ് അദ്ദേഹം പറയുന്നു, പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ പോലീസ് സ്റ്റേഷനാണ്. ഇത് ശരിയല്ലേ എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ ചോദ്യം. ശരിയാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കേസും പണ്ടാരും തീരുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അല്ലാതെ ആരും മജിസ്ട്രേറ്റ് കോടതി, സെഷൻസ് കോടതി, ഹൈക്കോടതി ഇവിടെ നിന്നും പോകാറില്ല. കാരണം ഇതിനൊക്കെ ആരിതിൻ്റെ പിന്നാലെ നടക്കുന്നു. വക്കീലിനെ കണ്ടുപിടിക്കുക, അയാൾക്ക് കാശ് കൊടുക്ക്, അത് ഹിയറിങ്ങിന് വെച്ചു, അത് മാറ്റി വെച്ചു എന്നൊക്കെ ഇപ്പം വലിയ തലവേദനയാണ്. അതുകൊണ്ട് കഴിയുന്നതും പോലീസ് സ്റ്റേഷനിൽ തന്നെ എല്ലാവരും തീർക്കാൻ ശ്രമിക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ. അപ്പം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പോലീസുകാരുടെ ഒരു ഡ്യൂട്ടിയായിട്ട് അവരിത് ഏറ്റെടുക്കണം. ഞങ്ങളാണ് ഈ പാവത്തിൻ്റെ സുപ്രീം കോടതി, ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഇവിടെ നിന്ന് തന്നെ ന്യായം കൊടുത്തു വിടണം, ഇയാളെ ഇട്ട് നടത്തിക്കരുത് എന്ന് പോലീസുകാരും ചിന്തിക്കണം. അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ഉത്ഭവം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, നിയമം അറിയാവുന്ന ആൾക്കാർ പോലീസ് സ്റ്റേഷനിലുണ്ടായാൽ പോരാ, സാമാന്യ ബുദ്ധിയും കൂടെ ഉണ്ടാവണം. നിയമമൊക്കെ അറിയാം, വകുപ്പ് ചട്ടം ഒക്കെ അറിയാം, പക്ഷേ സാമാന്യ ബുദ്ധിയില്ല. എന്ത് ചെയ്യും? അങ്ങനെ ഇല്ലാതെ വന്നപ്പോഴാണ് ഈ നൗഷാദിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യാതെ വിടുകയും ആ പെൺകുട്ടിയുടെ കേസ് ചടപടയെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയും നൗഷാദിനെ അറസ്റ്റ് ചെയ്യാനിട്ട് ഓടിക്കുകയും നൗഷാദ് ഓടി മുൻകൂർ ജാമ്യത്തിന് വരികയും ചെയ്ത അവസ്ഥയുണ്ടായത്. നിങ്ങൾക്ക് നിയമം അറിയാം, പക്ഷേ സാമാന്യ ബുദ്ധിയില്ല. സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു, നൗഷാദിൻ്റെ പരാതി വന്നിരിക്കുന്നു, തൊട്ട് പിന്നാലെ ഇയാളുടെ പരാതി വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം വേറെ എന്തോ ആണ്. കൈക്ക് കയറി പിടിച്ചതുമല്ല, കാണിച്ചു തരാമെന്ന് പറഞ്ഞതുമല്ല. ഈ സാഹചര്യം ഉണ്ടാവാൻ മറ്റെന്തോ കാരണമുണ്ട്. അതെന്താണ് കാരണം എന്ന് ചോദിക്കണ്ടേ? പെൺകുട്ടിയോടും ചോദിക്കുക. ലൈംഗികമായിട്ട് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് കൈക്ക് കയറി പിടിച്ചു. എവിടെ വെച്ചാ? അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ മൊഴി മുട്ടും. ഇയാൾ നൗഷാദിനോടും ചോദിക്കുക, എന്താ പ്രശ്നം, എന്താ ഉണ്ടായത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. ആ പെൺകുട്ടിയോടും പറയുക, കൊച്ചേ ഇത് കേസായിട്ടൊക്കെ നടക്കാതെ നീ വേറെ വല്ല ജോലിയും നോക്ക്, നല്ല ജോലി നോക്കിയിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ഈ നൗഷാദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, പിന്നെ അയാൾ നിൻ്റെ പേരിൽ കേസ്, ഇങ്ങനെയൊക്കെ പോയിട്ട് ജീവിതം കോഞ്ഞാട്ടയാകും. അതുകൊണ്ട് ഞാൻ പറയണതൊക്കെ പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. സാധാരണക്കാരുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജില്ലാ കോടതിയും ഒക്കെ പോലീസ് സ്റ്റേഷനാണ്, അവർക്കിത് തീർക്കാൻ പറ്റും. അങ്ങനെ തീർത്ത് വേണം വിടാൻ. അല്ലാതെ എല്ലാ കേസും ചാർജ് ചെയ്തിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും എത്തിക്കരുത് എന്നുള്ള നിർദ്ദേശത്തോടെയാണ് നൗഷാദിന് മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വിധി പറയുന്നത്. ഇതിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിധി. അല്ലാതെ നൗഷാദിനെ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. നൗഷാദിനെ അറിയില്ല, ആ പെൺകുട്ടിയെ അറിയില്ല. ആ സ്ഥലം കാര്യമൊക്കെ ഈ ജഡ്ജ്മെൻറ്റിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അവരുടെയും സ്വകാര്യത മാനിക്കണമല്ലോ. എന്തുമായിക്കോട്ടെ, ഈ പുരുഷന്മാരുടെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവരെ ചീത്തയാക്കാനായിട്ട് മനഃപൂർവ്വം സ്ത്രീപീഡന കേസുകൾ കൊടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുവെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാകും. അതുകൊണ്ട് ഹൈക്കോടതി തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വൃത്തിയായിട്ടും സത്യമായിട്ടും കൃത്യമായിട്ടും എഴുതി തന്നിരിക്കുന്നു. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന് നന്ദി. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.